നമ്മളിന്ന് ചെയ്യാൻ പോണത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. 1/2 kg ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് എന്തൊക്കെയാന്ന് പറയാം. ആദ്യം ഇതും വന്നിട്ടുള്ളത് മൈദയാണ്, പിന്നെ കോൺഫ്ലോർ, പഞ്ചസാര പൊടിച്ചത്, ഇത് സൺഫ്ലവർ ഓയില്, ബേക്കിംഗ് പൗഡർ, സാൾട്ട്, 2 എഗ്ഗ്, പിന്നെ ഇത് വാട്ടർ. ഇതിന് ബദല് നിങ്ങൾക്ക് പാൽ യൂസ് ചെയ്യാം. പിന്നെ വന്നിട്ടുള്ളത് വാനില എസൻസ്, ബേക്കിംഗ് സോഡ നിർബന്ധമല്ല. പിന്നെ വന്നിട്ടുള്ളത് ടിന്ന്, നമ്മൾ കേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടിന്നാണ്. ഇത് വന്നിട്ടുള്ളത് 5 ഇഞ്ച് ടിന്നാണ്. 1/2 kg ചെയ്യുന്ന ടിന്നാണ്. ഇതിന്റെ ഹൈറ്റ് വന്നിട്ട് 2.5 ഇഞ്ചും അടിവശം വന്നിട്ടുള്ളത് 5 ഇഞ്ചും ആണ് കേട്ടോ. ഇതാണ് നമ്മൾ 1/2 kg കേക്ക് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസുകളും ടിന്നും കേട്ടോ. അടുത്തത് നമ്മൾ കേക്ക് ടിന് റെഡിയാക്കാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന സ്റ്റെപ്പ് വന്നിട്ടുള്ളത് കേക്ക് ടിന് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ബട്ടർ പേപ്പർ, ഇതുപോലുള്ള ഷീറ്റാണ്. അപ്പൊ ഇതിൽ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാന് ഇതുപോലെ മാർക്ക് ചെയ്യുക. റൗണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഈ റൗണ്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിന്റെ അടിയിൽ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്ത് കൊടുക്കുക. ഇതപ്പോ അടിയത്തെ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ടിന്നിന്റെ സൈഡിൽ വെക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കതാ. ടിന്നുമെന്ന് ഒരു 1/2 ഇഞ്ച് നീളത്തില് ടിന്നിന്റെ മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ റോൾ ചെയ്യാം. ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം അതിങ്ങനെ മടക്കിയിട്ട് ഈ പീസ് കട്ട് ചെയ്തെടുക്കുക. ടിന്നിന്റെ ഉള്ളിൽ കുറച്ച് കയ്യിൽ ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കയ്യിലാക്കിയിട്ട് ഈ കയ്യിലാക്കിയത് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സ്പ്രെഡ് ചെയ്താൽ മതി, ഓവർ ആക്കരുത്. എന്നിട്ട് ടിന്നിന്റെ അടിവശത്തുള്ള ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുക. ഉള്ളിലേക്ക് ഇറക്കിയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ബട്ടർ പേപ്പർ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചാൽ മാത്രമേ ബേക്കായി വരുമ്പോൾ കറക്റ്റ് ഷേപ്പിലുള്ള സ്പഞ്ച് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യാൻ ബട്ടർ പേപ്പർ വെച്ചെടുക്കുക കേട്ടോ. അടുത്തത് സ്പഞ്ച് റെഡിയാക്കാണ്. അപ്പൊ അതിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസുകൾ തരിക്കുക. അപ്പൊ ഇതുപോലെ ബൗൾ എടുക്കുക. എന്നിട്ട് ഇതുപോലെ അരിപ്പ് എടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ പൊടികൾ ഇടുന്നത് കേട്ടോ. ഇത് വന്നിട്ടുള്ളത് 1/2 കപ്പാണ്, 1/2 കപ്പ്. ഇതില് മൈദ എടുക്കുക. മൈദ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുത്തി നിറച്ചെടുക്കാതെ ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ എടുക്കുക. ഇത് 1/2 കപ്പ്, 1/2 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വന്നിട്ടുള്ളത് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ഇതാണ്. ഇതുപോലെ തന്നെ 1/2 ടീസ്പൂണ് കൊടുത്തിട്ടുണ്ടാവും. ഈ ടീസ്പൂണില് ബേക്കിംഗ് പൗഡർ ആണ് എടുക്കുന്നത്. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതുപോലെ നൈഫ് വെച്ചിട്ട് വടിച്ച് ലെവല് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇതുപോലെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റുക. ഇത് ബേക്കിംഗ് പൗഡർ ഇടുന്നതിന് മുന്നായിട്ട് ചെയ്യണം. ഒരു ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് മാറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുക കേട്ടോ. കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലോണം 3 പ്രാവശ്യം തരിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുക. വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. ഞാനത് സ്കിപ്പ് ചെയ്തിട്ടാണ്. അതിന് പകരമായിട്ടാണ് കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആണെന്നുണ്ടെങ്കിൽ 1/4 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. നമുക്കിപ്പോൾ ഇത് 3 നല്ല തരിച്ചെടുക്കാം കേട്ടോ. 3 പ്രാവശ്യം നല്ലോണം തരിച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം.
അതായത് നമ്മൾ നല്ല 3 പ്രാവശ്യം തേച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല ഇതുപോലെ പോർക്ക് വെച്ച് നല്ല മിക്സ് ആക്കി വെക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ബേക്കിംഗ് പൗഡറും കോൺഫ്ലോറും ഒക്കെ നല്ല ഈ മൈദയിൽ മിക്സ് ആകാനാണ് ഇതുപോലെ നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് വന്നിട്ടുള്ളത് നമ്മൾ പാത്രം സ്റ്റൗ ടോപ്പിലുള്ള പാത്രം പ്രീ ഹീറ്റ് ചെയ്യാന്നുള്ളതാണ്. സ്റ്റൗ ടോപ്പിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ അതിന് ആയിട്ടുള്ള പാത്രം പ്രീ ഹീറ്റ് ചെയ്യാം. അടുത്തത് പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ സ്റ്റൗ ടോപ്പിൽ ഏറ്റവും ചെറിയ ബർണറിൽ വെക്കുക. തീ കത്തിച്ചിട്ട് അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഇതുപോലെയുള്ള അടി കട്ടിയുള്ള പാത്രം എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ റിങ് ഇറക്കി വെക്കുക. പിന്നെ ഇതുപോലെ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു അലുമിനിയത്തിൻ്റെ പാത്രം വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിന് മുകളിൽ ഒരു അടുപ്പ് വെക്കുക. അതിന് ശേഷം വെയിറ്റ് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സൈഡിൽ എയർ പുറത്തേക്ക് പോകാത്ത രീതിയിലുള്ള പാത്രങ്ങൾ എടുക്കുക കേട്ടോ. അടുത്തത് വന്നിട്ടുള്ളത് വിത്ത് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കുകയാണ്. വിത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക, വെള്ളത്തിന് അംശമില്ലാത്ത ബൗൾ എടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെക്കുക കേട്ടോ. 2 എഗ്ഗ് പൊട്ടിച്ച് വെക്കുക. ഞാൻ 2 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/8 ടീസ്പൂൺ, ഇതാണ് 1/8 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. വാനില എസൻസ് വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്ററിന്റെ ബ്ലേഡ് ഇതുപോലെയാണ് കേട്ടോ കൊടുക്കുക. ഇതുപോലെ ഒഴിച്ചിട്ടിട്ട് ക്ലിപ്പ് കൊടുക്കുക. ബ്ലേഡിൽ വെള്ളം ഉണ്ടാകരുത്. നമുക്കിത് ഫസ്റ്റ് സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബബിൾസ് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ എസൻസും ആ സോൾട്ടും ആ മുട്ടയിലൊന്ന് പിടിക്കാനാട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാര എടുക്കുക കേട്ടോ. 1/2 കപ്പിൽ പൊടിച്ച പഞ്ചസാര എടുക്കുക. ഇതാ പഞ്ചസാര, പൊടിച്ച പഞ്ചസാര. ഇത് ഒന്നിച്ചല്ല, കുറച്ച് ഇട്ടിട്ട് ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ആണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കുക. ഒന്നിച്ചല്ല, കുറച്ച് പാർട്ട് ഇട്ടിട്ട് കേട്ടോ. ഫസ്റ്റ് സ്പീഡിൽ 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്പീഡിലേക്ക് ആക്കിയിട്ട് 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മള് ബീറ്റ് ചെയ്യുമ്പോ നമ്മളെ എഗ്ഗിന്റെ കളർ മാറുന്ന നമുക്ക് മനസ്സിലാവുന്നില്ലേ? യെല്ലോ മാറിയിട്ട് ഒരു വൈറ്റ് ആയിട്ട് വരുന്നുണ്ട്, ഒരു ഓഫ് വൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കണം. നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് സ്പഞ്ച് ഹൈറ്റിൽ കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ തേർഡ് സ്പീഡിൽ ജസ്റ്റ് ഒരു 1/2 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ട് ഓഫ് ആക്കാം കേട്ടോ. നമ്മളെ എഗ്ഗ് നല്ല ബീറ്റ് ആയിട്ടുണ്ട്. എഗ്ഗും പഞ്ചസാരയും കൂടെ നല്ല ബീറ്റ് ആയി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഓഫ് വൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് നോക്കുക പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ടോ. ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. എന്റെ കയ്യിൽ 1 ടേബിൾ സ്പൂണും അതേപോലെ 1/2 ടേബിൾ സ്പൂൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ 2 എടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ ഒന്നാണെന്നുണ്ടെങ്കിൽ
ആദ്യം 1 ടേബിൾ സ്പൂൺ ഫുൾ ഒഴിക്കുക, പിന്നെ അതിന്റെ പകുതി ഒരു അരഭാഗമാക്കിയിട്ട് ഒഴിക്കുക കേട്ടോ. ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഒന്നൊഴിച്ചു, പിന്നെ അങ്ങനെ 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പഞ്ചസാര നല്ലോണം ബീറ്റതിന് ശേഷം മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ആ ഓയിൽ അതിലേക്ക് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി, ഓവർ ബീറ്റിംഗ് ആകരുത്. മതി. ഇനി നമുക്ക് ബ്ലൈഡിന്റെ ബീറ്റർ ആവശ്യമില്ല കേട്ടോ, ബീറ്റർ മാറ്റാം. അടുത്തത് നമ്മള് ഇതിലേക്ക് എടുത്തരിച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കാം കേട്ടോ. അപ്പൊ അതായത് ഇതുപോലുള്ള സ്പൂൺ എടുത്ത് കുറച്ച് എല്ലാ ഭാഗത്തും ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഒന്നിച്ച് ഒരു ഭാഗത്തിന് ഇടരുത്. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മള് സ്പാച്ചിലുണ്ടല്ലോ, ഈ സ്പാച്ചിൽ വെച്ചിട്ട് സ്ലോ ആയിട്ട് പതുക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതുപോലെ ഇതാ സൈഡ് കൂടെ കൊണ്ടുവന്നിട്ട് സെന്ററിൽ കട്ട് ചെയ്യാം. ഇതുപോലെ സൈഡിലൂടെ കൊണ്ടുവന്നിട്ട് സെന്ററിൽ കട്ട് ചെയ്യുക. ഇതിനാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്ന് പറയുക കേട്ടോ. അതൊക്കെ സ്ലോ ആയിട്ടാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അടുത്ത പാട്ടിട്ടൊക്കെ ഇതൊരു 4-5 പ്രാവശ്യം ആക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിന്റെ ഇടയിൽ നമുക്ക് ടൈറ്റ് ആണ് തോന്നുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാല് അല്ലെങ്കിൽ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ലൂസ് ആക്കി കൊടുക്കുക കേട്ടോ. ലൂസ് എന്ന് പറഞ്ഞാൽ റിബൺ കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. അപ്പൊ അതൊക്കെ സ്ലോ ആയിട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗങ്ങൾ സ്പീഡ് കൂടുമ്പോഴാണ് നമ്മളെ കേക്ക് ഹൈറ്റ് ഇല്ലാതാകുന്നത് കേട്ടോ. എനിക്ക് വെള്ളത്തിന്റെ പാലിന്റെ ആവശ്യം വന്നിട്ടില്ല. ഞാനിതാ ഫുള്ളും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 3 പാട്ടാക്കിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്താ ഈ ടൈമിൽ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ആദ്യം 1/2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നോർമൽ വാട്ടറാണ്. നിങ്ങൾക്ക് പാലില്ലെങ്കിൽ പാല്, റൂം ടെമ്പറേച്ചറിലുള്ള പാല് യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്തിട്ട് ടേബിൾ സ്പൂണ് വെള്ളം മതി. ചില ടൈമിൽ നമുക്ക് പാലിന്റെ ആവശ്യം വരില്ല, കാരണം അത് നമ്മൾ എഗ്ഗും പഞ്ചസാരയും ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് ബാറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാലിന്റെ ഒന്നും ആവശ്യം വരാറില്ല. അത് നമ്മൾ ഇട്ട ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ അത് ടൈറ്റ് ആണ് തോന്നുമ്പോൾ മാത്രം പാല് വെള്ളം ചേർക്കാൻ നിർബന്ധമില്ല കേട്ടോ. അപ്പൊ നമ്മള് ബാറ്റർ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു ടിപ്സ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വൈറ്റ് വിനീഗർ, സുർക്ക പറയും. അത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ, ഫുള്ള് വേണ്ട, ഒരു കുറച്ച് എന്ത് ചെയ്യാ, നമ്മൾ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ലാസ്റ്റ് ഭാഗം നമ്മൾ കേക്കിലേക്ക് ഒഴിക്കുന്നതിന്റെ അടുത്ത സ്റ്റെപ്പാണ്. അപ്പൊ അതായത് ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് എന്തിനാ വെച്ചാല് നമ്മളെ ഈ ബാറ്ററില്, നമ്മളെ ഈ സ്പഞ്ചില് എഗ്ഗിന്റെ സ്മെല്ല് ഇല്ലാണ്ട് നിൽക്കാനും പിന്നെ സ്പഞ്ച് ഒന്ന് സോഫ്റ്റ് ആകാനും വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് വിനീഗർ ചേർക്കാൻ ചിലവർക്ക് പറ്റൂല, അങ്ങനെ തോന്നുന്നവരാന്നുണ്ടെങ്കിൽ അതിന് ബദല് ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം കേട്ടോ. അതേ അളവില്. ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. റിബൺ കൺസിസ്റ്റൻസി. ഇതാണ് റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ബാറ്ററിന്റെ കറക്റ്റ് അളവ് കേട്ടോ.
നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മളെ ബാറ്റർ മുഴുവനും കേക്ക് ടിന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ടൂത്ത് പിക്ക് എടുത്തിട്ട് ഫുള്ളും മിക്സ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാനും എല്ലാ ഭാഗത്തും ഒരുപോലെ മിക്സ് എത്താനും വേണ്ടിയിട്ടാട്ടോ. ഇല്ലെങ്കിൽ ഒരു സൈഡ് പൊന്തി ഒരു സൈഡ് താന്ന് അങ്ങനെയൊക്കെ നമ്മൾ സ്പഞ്ച് ഉണ്ടാക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടില്ല എയർ ബബിൾസ് പൊട്ടുന്ന. ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ സ്പഞ്ച് വേക്കായി നമ്മളത് 3 ലെയർ കട്ട് ചെയ്യുന്ന ടൈമിൽ ഉള്ളിൽ ഫുള്ള് മോൾസ് ഉണ്ടാവും. അതില്ലാണ്ട് നിൽക്കാനാണ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പൊ നമ്മളെ ഈ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് ഇതിന്റെ അടപ്പ് മാറ്റിന് ശേഷം ഇതിന്റെ സെന്ററിലായിട്ട് നമ്മളെ കേക്കിന് വെച്ചെടുക്കാം കേട്ടോ. അതുപോലെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യാ, അടപ്പ് വെക്കുക, വെയിറ്റ് വെക്കുക. നമ്മളെ ഫ്ലെയിം വന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക്, ഹൈ ഫ്ലെയിമിലും അല്ല ലോ ഫ്ലെയിമിലും അല്ല, അതിൻ്റെ ഒരു നടുവിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1/2 kg വാനില സ്പഞ്ചിന്റെ അളവ് ടൈമിങ് വന്നിട്ടുള്ളത് 25 to 28 ആണ്. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ട് കുത്തി നോക്കുക. ബേക്ക് ആയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതൊരു 28 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് തുറന്നിട്ട് നോക്കാം. ബേക്ക് ആയിട്ടുണ്ടാവും കേട്ടോ. നല്ല ഹൈറ്റിൽ പൊന്തിയിട്ടുണ്ട്. നമുക്കിതുപോലുള്ളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കാം കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. സെൻറ്ററിലും കുത്തി വെക്കാം. കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് എടുക്കാം കേട്ടോ. എടുത്തേക്ക് എടുക്കാം. നമ്മളെ കേക്ക് ഇപ്പോൾ നല്ല ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാ തൊടുമ്പോൾ തന്നെ അറിയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ്. കേക്ക് ടിന്നിൻ്റെ മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ഒരേപോലെയാണ് ഒരു സൈഡ് പൊന്തിയിട്ട് താന്നിട്ടൊന്നുമില്ല. ഇത് നല്ല ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിന് എടുത്തിട്ട് പുറത്തേക്ക് വെക്കാം കേട്ടോ. ഇപ്പോൾ നല്ല ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ സൈഡിലുള്ള ബട്ടർ പേപ്പർ സൈഡ് ഇങ്ങനെ വലിച്ചിട്ട് പതുക്കെ വലിച്ച് റിമൂവ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നല്ല കൂളായതിന് ശേഷം ഇന്ന് ഐസിങ് ചെയ്യുന്നില്ല നാളെ എന്നുണ്ടെങ്കിൽ നല്ല കൂളായതിന് ശേഷം ഒരു ക്ലീൻ റാപ്പിൽ ചുറ്റിയിട്ട് ഒരു ബോക്സിൽ അടച്ചിട്ട് പുറത്ത് വെക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ.